പ്രഭാത വാർത്തയിലേക്ക് വിശദമായി കടക്കുന്നു. കണ്ണൂർ ചെറുകുന്ന് പുന്നച്ചേരിയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് 9 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 5 പേർ മരിച്ചു. കാറിലുണ്ടായിരുന്ന കാസർഗോഡ് ഭീമനടി സ്വദേശികളായ സുധാകരൻ, പത്മകുമാർ, കൃഷ്ണൻ, അജിത, 9 വയസ്സുകാരൻ ആകാശ് എന്നിവരാണ് മരിച്ചത്. സജോ ദേവസ്യ കണ്ണൂരിൽ അപകടം നടന്ന സ്ഥലത്ത് നിന്നും തത്സമയം ചേരുന്നു. സജോ, നാടിനടുക്കി അപകടം ഉണ്ടായത് ഇന്നലെ രാത്രിയോടെയാണ്. എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഒപ്പം ദൃക്സാക്ഷികൾ എന്താണ് അപകടത്തെക്കുറിച്ച് പറയുന്നത്? പ്രജൻ, ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 10:15 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഒരു കുടുംബം, ഒരു വാഹനത്തിൽ 4 കുടുംബമാണ്, ഡ്രൈവർ അടക്കം 5 പേർ. അവർ കോഴിക്കോട് മകനെ അവിടെയുള്ളൊരു ഹോസ്റ്റലിലാക്കി, അവർ CAക്ക് ചേർത്തിരുന്നു. ഹോസ്റ്റലിലാക്കിയതിന് ശേഷം തിരികെ കാസർഗോഡ് ഭാഗത്തേക്ക് മടങ്ങുകയായിരുന്നു. അതിനിടെയാണ് ആദ്യം ഒരു ലോറിയിൽ തട്ടുന്നു. അതിനുശേഷം ആ വാഹനം വട്ടം കറങ്ങി റോഡിൻ്റെ എതിർ ട്രാക്കിലേക്ക് പോകുന്നു. നേരെ എതിർഭാഗത്തുനിന്ന്, കാസർഗോഡ് ഭാഗത്തുനിന്ന് ഗ്യാസ് സിലിണ്ടർ കയറ്റി വരികയായിരുന്ന ലോറിയുമായി കൂട്ടിയിടിച്ചു. അപകടത്തിൻ്റെ ആഘാതത്തിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഈ വാഹനം കാണാം. അപകടത്തിൻ്റെ ആഘാതത്തിൽ ഈ കാർ പൂർണ്ണമായും തകർന്നു. ആ തൊട്ടടുത്തുണ്ടായിരുന്ന നാട്ടുകാരൊക്കെ ഓടിയെത്തി രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചു. അവർക്ക് പക്ഷേ ഒരു ഡോറിലൂടെ ഒരാളെ മാത്രമാണ് പുറത്തെടുക്കാൻ കഴിഞ്ഞത്. പിന്നീട് ഫയർഫോഴ്സും മറ്റും എത്തി ഈ വാഹനത്തിൻ്റെ ഒരു ഭാഗം തകർത്താണ് അകത്ത് കുടുങ്ങിയ ഈ കാർ യാത്രികരെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളം സമയമെടുത്തു. അതായത് ആ സമയത്തൊന്നും രക്ഷാപ്രവർത്തനം സാധ്യമായിരുന്നില്ല. തൽക്ഷണം തന്നെ എല്ലാവരും മരിക്കുകയായിരുന്നു. ഡ്രൈവർ കാസർഗോഡ് നീലേശ്വരം കാലിച്ചാനടുക്കം സ്വദേശിയും പത്മകുമാർ, ഒപ്പം ഭീമനടി സ്വദേശികൾ, ബാക്കി എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ബാക്കി 4 പേരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഭീമനടി സ്വദേശികളായ ഭീമനടി കമ്മാടത്തെയും സുധാകരൻ്റെ ഭാര്യ അജിത, അജിതയുടെ പിതാവ് കൃഷ്ണൻ, അജിതയുടെ സഹോദരൻ്റെ മകൻ 9 വയസ്സുകാരനായ ആകാശ് എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് നിലവിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ദൃക്സാക്ഷികളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാർ കാസർഗോഡ് ഭാഗത്തേക്ക്, കണ്ണൂർ പിന്നിട്ട് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്നു. മുൻപിൽ ഒരു വലിയ നാഷണൽ പെർമിറ്റ് ലോറി ഉണ്ടായിരുന്നു. ആ ലോറിയുടെ ഇടതു ഭാഗത്തുകൂടി മറികടക്കാൻ ശ്രമിച്ചു. അതിനിടെ ഈ കാർ ലോറിയിൽ തട്ടി വട്ടം കറങ്ങി റോട്ടിൽ നേരെ എതിർ ട്രാക്കിലേക്ക് കാർ കയറി. അപ്പോൾ എതിർഭാഗത്ത്, അതായത് കണ്ണൂർ ഡയറക്ഷനിലേക്ക് പോവുകയായിരുന്ന മറ്റൊരു ലോറി നേരെ എതിർഭാഗത്തേക്ക് വരികയായിരുന്നു. ഈ കാർ മുൻപിൽ നേരെ വട്ടം കറങ്ങി എതിർ ട്രാക്കിലേക്ക് എത്തി അതിനെ ആ വാഹനത്തിലേക്ക്, അതായത് നേരെ ലോറിയുടെ ഡയറക്ഷനിലേക്ക്, നേരെ എതിർ ട്രാക്കിലേക്ക് ഈ മുൻപിൽ സഞ്ചരിച്ചിരുന്ന ലോറിയെ തട്ടി എതിർഭാഗത്തേക്ക് കാർ വട്ടം കറങ്ങി നീങ്ങുകയായിരുന്നു. അങ്ങനെ നേരെ എത്തിയ ഈ ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി ഈ വാഹനത്തിൽ ഇടിച്ച് കയറുകയായിരുന്നു. അതായത് ഈ ഭാഗത്തേക്ക്, മധ്യഭാഗത്തേക്ക്, വട്ടം കറങ്ങി നിൽക്കുന്ന സാഹചര്യമായിരുന്നു. മധ്യഭാഗത്തേക്ക് തന്നെ ഇടിച്ച് കയറി. ഇതിൻ്റെ ഭാഗങ്ങൾ നാം കാണും. കാർ ഏതാണ്ട് പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട്. കാറിനകത്തേക്ക് നോക്കാൻ തന്നെ യഥാർത്ഥത്തിൽ കഴിയുന്നില്ല. കാരണം അതിനകത്ത് അവർ കോഴിക്കോട് നിന്നും മറ്റും വാങ്ങിയ പലഹാരങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അത്രയും ഹൃദയഭേദകമായ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉള്ളത് നമ്മുടെ നിരത്തുകളിൽ. അങ്ങനെ ഒരു കുടുംബത്തിലെ തന്നെ അത്രയും ജീവനുകൾ പൊലിയുന്നു എന്നത് തന്നെ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് ഈ എതിർഭാഗത്ത്, ഈ ഇടതുഭാഗത്തു കൂടിയാണ് ഈ വാഹനം മുൻപിലുണ്ടായിരുന്ന ലോറിയെ, നാഷണൽ പെർമിറ്റ് ലോറിയെ മറികടക്കാൻ ശ്രമിച്ചത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അത് ആ ഭാഗത്ത് കൂടി മുന്നോട്ട് കടക്കുന്നതിനിടയിൽ ഈ ലോറിയിൽ തട്ടി ഈ കാർ നേരെ എതിർഭാഗത്തേക്ക് പോവുകയായിരുന്നു. സാമാന്യം വലിയ വേഗതയിൽ വന്ന ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി കാറിൽ ഇടിച്ചു കയറുന്ന സാഹചര്യവും ഉണ്ടായി. വളരെ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷെ നമുക്ക് ഈ കാറിൻ്റെ ഒരു അവസ്ഥ കാണാം. എല്ലാ ഭാഗവും അകത്തേക്ക് ഇടിച്ച് കയറി വളഞ്ഞ് അകത്തേക്ക് കയറുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അകത്തുള്ള ആളുകളൊക്കെ തന്നെ അപ്പോൾ തന്നെ തൽക്ഷണം മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. രക്ഷാപ്രവർത്തകർ പരിശ്രമിച്ചു. ഏതെങ്കിലും നിലയ്ക്ക് പുറത്തെടുക്കാൻ കഴിയുമോ, വളരെ വേഗത്തിൽ പുറത്തെടുക്കാൻ, ജീവൻ്റെ തുടിപ്പുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ആ ശ്രമമായിരുന്നു. പക്ഷെ അത് വിജയിക്കാതെ പോയി എന്നതാണ് കാരണം. അത്രയും ഡോറുകളൊന്നും തുറന്ന് ആളുകളെ പുറത്തെടുക്കാൻ കഴിയുമായിരുന്നില്ല. ഇതൊക്കെ ഇടിച്ച് കയറുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ നിൽക്കുന്ന യഥാർത്ഥത്തിൽ ഈ അപകടമുണ്ടായ സ്ഥലത്തല്ല. ഈ വാഹനം കുറച്ചുകൂടി മാറ്റി കണ്ണവരം പോലീസ് സ്റ്റേഷൻ്റെ അടുത്തേക്ക് ഇട്ടിരിക്കുകയാണ്. മറ്റ് 2 ലോറികൾ, അതായത് ഈ അപകടത്തിൽപ്പെട്ട 2 ലോറികളാണ് ഈ അപകട സമയത്ത് ഈ സീനിൽ ഉണ്ടായിരുന്നത്. ആ 2 കണ്ണൂരിലേക്ക് വളരെ എളുപ്പത്തിലെത്താവുന്ന റോഡാണിത്. തളിപ്പറം വഴി പോകുന്നതിന് പകരം പഴയങ്ങാടി വഴി പോകാനുള്ള KSTP റോഡാണ്. പൊതുവേ വേഗത്തിൽ വാഹനങ്ങൾ പോകുന്ന റോഡ് കൂടിയാണ്. അപ്പോൾ പക്ഷേ ഇത് സംഭവിച്ചത് ഈ ഡ്രൈവറുടെ ഈ അശ്രദ്ധ കൊണ്ടാണ്. ഇടതുവശം ചേർന്ന് മറികടക്കാനുള്ള ശ്രമം, അത് അപകടമുണ്ടാക്കി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ അതാണ് കാരണം, അല്ലേ?
പ്രജിൻ, ദൃക്സാക്ഷികൾ പറയുന്ന വിവരമനുസരിച്ചുള്ള കാര്യങ്ങളാണാവാം. മോട്ടോർ വാഹന വകുപ്പും പോലീസും ഇക്കാര്യത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. ദൃക്സാക്ഷികൾ പറയുന്നത് ഈ കാർ ഒരുപക്ഷെ ദീർഘദൂരം അവർ യാത്ര ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് അവർ നേരെ ആദ്യം കോഴിക്കോടേക്ക് യാത്ര ചെയ്തു, അതിനുശേഷം തിരികെയും യാത്ര ചെയ്തു. ദീർഘദൂരം യാത്ര ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ എന്തെങ്കിലും ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒക്കെ ഡ്രൈവർക്ക് ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. ഡ്രൈവർ ഇടത് ഭാഗത്തുകൂടെ ലോറിയെ, നാഷണൽ പെർമിറ്റ് ലോറിയെ മറികടക്കാൻ ശ്രമിച്ചു. അതിനിടെ ഇടത് ഭാഗത്ത് പക്ഷേ അധികം സ്ഥലമുണ്ടായിരുന്നില്ല. ആ ലോറി ഉരഞ്ഞ പാടുകൾ നമുക്ക് കാണുകയും ചെയ്യാം. ആ ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഏതാണ്ട് ഈ ലോറിയുടെ മുൻഭാഗത്തേക്ക് എത്തിയപ്പോൾ ആ ലോറിയിൽ വാഹനം തട്ടി, മുൻഭാഗത്തിൻ്റെ ഒരു ഇടതുവശത്തെ സൈഡിൽ തട്ടി. ആ സമയത്ത് വാഹനം പൂർണ്ണമായും വട്ടം കറങ്ങി റോഡിൻ്റെ നേരെ എതിർഭാഗത്തേക്ക് പോവുകയായിരുന്നു. അങ്ങനെയാണ് എതിർ ട്രാക്കിൽ വരികയായിരുന്ന ഗ്യാസ് സിലിണ്ടറിൽ കയറ്റി വന്ന ലോറിയിൽ ഇടിച്ചത്. ലോറി ഡ്രൈവർമാരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 5 ജീവനുകളാണ് നിരത്തിൽ പൊലിഞ്ഞത്. ശരി, സജോ ദേവസ്യയാണ് വിശദാംശങ്ങൾ നൽകിയത്. നാട് നടുക്കിയ അപകടമാണ് കണ്ണൂർ ചെറുകുന്നിൽ ഉണ്ടായത്. ഒരു കുടുംബത്തിലെ 4 പേരുൾപ്പെടെ 5 പേരാണ് വാഹനാപകടത്തിൽ മരണമടഞ്ഞത്. മറ്റു വാർത്തകളിലേക്ക്. പാലാരിവട്ടം KSEB ഓഫീസിൽ അർദ്ധരാത്രി നാട്ടുകാരുടെ പ്രതിഷേധം. വൈദ്യുതി മുടങ്ങിയത് സംബന്ധിച്ച് അറിയാൻ വിളിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ ഫോൺ എടുത്തില്ല എന്നാണ് പരാതി. നേരിട്ട് ഓഫീസിലെത്തിയ ആളുകളോട് ജീവനക്കാർ മോശമായി സംസാരിച്ചുവെന്നും പരാതിയുണ്ട്. രാത്രിയിൽ കറന്റ് പോകുന്നത് പതിവായതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത്. അർദ്ധരാത്രി 1 മണിക്കായിരുന്നു പ്രതിഷേധം. ഏളമക്കര എടപ്പള്ളി ഏരിയയിലുള്ള പ്രദേശ നിവാസികൾ കുറേ ദിവസമായിട്ട് ഭയങ്കര ഭീകരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ഈ കറണ്ട് കട്ട്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കറണ്ട് പോവുക, പ്രത്യേകിച്ച് രാത്രികളിൽ. ഞങ്ങളൊരു 4-5ഓളം ദിവസമായിട്ട് ഇവിടെ വന്ന് ശക്തമായിട്ട് KSEB പാലാരിവട്ടം ഓഫീസിൽ പ്രതികരിക്കുന്നുണ്ട്. റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾക്ക് യാതൊരുവിധ റെസ്പോൺസിബിലിറ്റി ഇല്ല. അദ്ദേഹം ഫോൺ എടുത്ത് മാറ്റി വയ്ക്കുക. ഞങ്ങൾ ചോദിക്കുമ്പോൾ എയുടെ മറ്റുള്ളവരുടെ ഒഫീഷ്യൽസിന്റെ നമ്പർ, കള്ളത്തരായിട്ട് നമ്പർ തരിക. ഞങ്ങളെ വിളിച്ച് മണിക്കൂറോളം, ഞങ്ങൾ 1 മണിയായി ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഫോൺ കംപ്ലൈന്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ എന്നിട്ട് ആദ്യമേ പറഞ്ഞു, ഞങ്ങൾ ഈ ഫോൺ വേറെ പാരൽ ഫോൺ ഇവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ഒഫീഷ്യൽ ഫോൺസ് ഇവിടെ ഉണ്ട്, ലാൻഡ് ലൈൻ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് മാറ്റി കണക്ട് ചെയ്യുക, എന്നിട്ടൊന്ന് ട്രൈ നോക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സമ്മതിക്കുന്നില്ല. ഞങ്ങൾ ബലമായിട്ടൊരു ഫോൺ എടുത്ത് കണക്ട് ചെയ്തപ്പോൾ ആ ഫോൺ വർക്കാവുന്നുണ്ട്. എബിൻ ജോസ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. എബിൻ, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ഇതേപോലുള്ള ആക്ഷേപങ്ങളും പരാതികളും ഉയർന്നു വരുന്നുണ്ട്. നേരത്തെ അറിയിക്കാതെയുള്ള വൈദ്യുതി മുടക്കം അത് പതിവാകുന്നു, ഈ ഉഷ്ണകാലത്ത് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെയാണ് പരാതികൾ. ഇപ്പോൾ കൊച്ചിയിൽ സംഭവിച്ചത് എന്താണ് പാലാരിവട്ടത്ത്? ഈ എളമക്കര, പാലാരിവട്ടം, ഇടപ്പള്ളി ഈ മേഖലകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ രാത്രി 11 മണിക്ക് ശേഷമൊക്കെയാണ് ഈ മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നത്. ഇത് പലതവണ പരാതിപ്പെട്ടു, നേരിട്ട് KSEB ഓഫീസിലെത്തി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും കൃത്യമായി മറുപടി ലഭിക്കാതെ വന്നതോടുകൂടിയാണ് ഇതിന്റെ 12 മണിക്ക് ശേഷം ഈ നാട്ടുകാർ നേരിട്ടെത്തി KSEB ഓഫീസിൽ പ്രതിഷേധിച്ചത്. ഈ ജീവനക്കാരോട് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അവരുടെ പരാതി. അതോടൊപ്പം തന്നെ നേരിട്ട് ഫോൺ വിളിക്കുമ്പോഴും എടുക്കുന്നില്ല. ഈ പരാതികളെല്ലാം ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. പോലീസ് എത്തിയാണ് ഈ നാട്ടുകാരെ ശാന്തരാക്കിയത്. അതോടൊപ്പം തന്നെ KSEB ജീവനക്കാർ ഈ വൈദ്യുതി തടസ്സം നേരിട്ട മേഖലകളിൽ നേരിട്ടെത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമം നടത്തിയതിന് പിന്നാലെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ശരി, എബിൻ ജോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. പാലക്കാടിന് പുറമെ തൃശൂർ ജില്ലയിലും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനം അതീവ ജാഗ്രതയിൽ. പാലക്കാട് ഇന്നലെ 41.3 ഡിഗ്രി സെൽഷ്യസും തൃശൂർ വെള്ളാനിക്കരയിൽ 40 ഡിഗ്രി സെൽഷ്യസും ചൂട് രേഖപ്പെടുത്തി. സാധാരണയേക്കാൾ 5 മുതൽ 5.5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയതോടെയാണ് 2 ജില്ലകളിലും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത്. കൊല്ലത്തും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴ, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ കനത്ത ചൂടാണ് രേഖപ്പെടുത്തുന്നത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വെൽക്കം ബാക്ക്. പ്രഭാത വാർത്ത തുടരുന്നു. EP ജയരാജൻ ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിലെ CPIയുടെ അതൃപ്തി പരിഹരിക്കാൻ CPIയുമായി CPIM നേതാക്കൾ ചർച്ച നടത്തും. EPക്കെതിരെ നടപടിയെടുക്കാത്തതിന്റെ കാരണം CPIയെ ബോധ്യപ്പെടുത്തും. ശോഭാ സുരേന്ദ്രൻ, TG നന്ദകുമാർ എന്നിവർക്കെതിരായ നിയമ നടപടികൾ EP ജയരാജൻ ആരംഭിക്കും. നിയമോപദേശം തേടിയ ശേഷമാകും നടപടിയിലേക്ക് കടക്കുക. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിൽ നടുറോഡിലുണ്ടായ തർക്കത്തിൽ ആരോപണങ്ങളിൽ ഉറച്ച് ഇരുകൂട്ടരും. ഡ്രൈവർ ലൈംഗിക ചുവയോട് സംസാരിച്ചെന്ന മേയറും തന്നെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ഡ്രൈവർ യദുവും ആവർത്തിക്കുന്നു. മേയറും സംഘവും എത്തിയ കാർ നടുറോഡിൽ ബസ്സിന് കുറുകെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തുവന്നിരുന്നു. ആര്യയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസം പോലീസ് കേസ് എടുക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ മേയർക്കെതിരെ ഡ്രൈവർ യദു നൽകിയ പരാതിയിൽ ഇതുവരെയും കേസ് എടുത്തിട്ടില്ല. അന്വേഷണം കഴിയുന്നതുവരെ യദുവിനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയതിൽ ജീവനക്കാർക്കിടയിൽ പ്രതിഷേധമുണ്ട്.
മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെതിരായ ഇഡിയുടെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് വീണ്ടും പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് സമയത്ത് ചോദ്യം ചെയ്യൽ വേണ്ടെന്നുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവും സമൻസിനെതിരായ തോമസ് ഐസക്കിന്റെ ഹർജിയും തള്ളണമെന്നാവശ്യപ്പെട്ടാണ് ഇഡിയുടെ അപ്പീൽ. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളിൽ തോമസ് ഐസക്കിന്റെ വിശദീകരണം ആവശ്യമാണെന്ന് സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ED വീണ്ടും ചോദ്യം ചെയ്യും. നാളെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിൽ ഇതിനോടകം 6 തവണയാണ് ED MM വർഗീസിനെ ചോദ്യം ചെയ്തത്. വിനീത വിജി നൽകും കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. വിനീത, ചോദ്യം ചെയ്യൽ തുടരാനാണ് EDയുടെ നീക്കം. MM വർഗീസിനോട് നാളെ ഹാജരാകാൻ വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ED ഇങ്ങനെ തുടർച്ചയായുള്ള ചോദ്യം ചെയ്യലോട് ഉദ്ദേശിക്കുന്നത്? ഈ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അത് യഥാർത്ഥ രേഖകളല്ല, ആവശ്യപ്പെട്ട രേഖകളല്ല എന്നാണോ ED പറയുന്നത്? തീർച്ചയായും പ്രജിൻ, ED വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാവുന്ന വിവരം അങ്ങനെ തന്നെയാണ്. ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുകൊണ്ടുള്ളതും ഒപ്പം തന്നെ ബാങ്ക് ഇടപാടുകൾ ഉൾപ്പെടെയുള്ളതുമായിട്ടുള്ള ചില രേഖകൾ ഹാജരാക്കണമെന്ന് MM വർഗീസിനോട് ED ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആവശ്യപ്പെട്ട രേഖകളൊക്കെ തന്നെ താൻ ഹാജരാക്കിയെന്ന് MM വർഗീസ് അവകാശപ്പെടുമ്പോഴും പ്രധാനപ്പെട്ട ചില രേഖകൾ MM വർഗീസ് ഹാജരായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ED വൃത്തങ്ങളിൽ നിന്ന് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരം. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് MM വർഗീസിനെ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഇതിനോടകം 6 തവണയാണ് ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് MM വർഗീസിനെ ED ചോദ്യം ചെയ്തത്. ഇന്നലെയും അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ ഏതാണ്ട് മണിക്കൂറുകളോളം നീണ്ടുനിന്നു. അതിന് പിന്നാലെയാണ് നാളെ വീണ്ടും ഹാജരാകണമെന്നാവശ്യപ്പെട്ട് MM വർഗീസിന് ED നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാളെ രാവിലെ 10:30 കൊച്ചിയിലെ ED ഓഫീസിൽ എത്തണമെന്നുള്ളതാണ് നിർദ്ദേശം. ഈ CPMന് ചില അനധികൃത അക്കൗണ്ടുകൾ കരുവന്നൂർ ബാങ്കിലുണ്ട് എന്നും ഈ ലോക്കൽ കമ്മിറ്റിയുടെ അക്കൗണ്ടുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ED MM വർഗീസിൽ നിന്നും തേടിയിരുന്നത്. ശരി, വിനീത വിജിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ അതിജീവിതയുടെ സമരം ഇന്നും തുടരും. സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുൻപിലാണ് സമരം. മൊഴി രേഖപ്പെടുത്തിയ ഗൈനക്കോളജിസ്റ്റ് KV പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടാണ് സമരം. വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം കാണാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉത്തരമേഖലാ IGയെ DGP ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ തുടർ നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് അതിജീവിതയുടെ പരാതി. നിയമതടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് കൈമാറുന്നത് വൈകിപ്പിക്കുകയാണ് എന്നും അതിജീവിത ആരോപിക്കുന്നു. 2023 മാർച്ച് 18-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ യുവതി പീഡനത്തിന് ഇരയായത്. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് കൊലക്കേസ് പ്രതിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ ശ്രീകാന്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. വെള്ളയിൽ സ്വദേശി ധനീഷാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ശ്രീകാന്തിനെ ഓട്ടോയിൽ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മിഥില ബാലൻ നൽകും കോഴിക്കോട് നിന്നും കൂടുതൽ വിവരങ്ങൾ. മിഥില, ബൈക്കിലെത്തിയ ഹെൽമെറ്റ് ധരിച്ച ഒരാൾ ആണ് ഈ കൊലപാതകം നടത്തിയതെന്ന് നേരത്തെ ദൃക്സാക്ഷികളടക്കം പറഞ്ഞിരുന്നു. ഇപ്പോൾ പിടിയിലായ പ്രതിയുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം എന്താണ്? അത്തരം കാര്യങ്ങളൊന്നും നിലവിൽ ലഭ്യമായിട്ടില്ല. ഇന്നലെയായിരുന്നു ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ഇന്നലെ രാത്രി 11:30-12 മണിയോടെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ലഭ്യമാവുന്നത് പരിമിതമായ വിവരങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ്യക്തിവൈരാഗ്യമാണ് ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നൽകാൻ കഴിയും. ഈ ഒരു കൊലപാതകം നടക്കുന്നതിന് തലേ ദിവസം ശ്രീകാന്തിന്റെ കാർ കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാർ കത്തിച്ചതും ഈ പ്രതിയാണ് എന്ന ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുൻപാണ് വെള്ളയിൽ പണിക്കർ റോഡിൽ വെച്ച് ഇത്തരത്തിൽ ഓട്ടോ ഡ്രൈവറായ ശ്രീകാന്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. 15ഓളം വെട്ടുകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ഈ കഴുത്തിന് താഴെ ഉണ്ടായിരുന്ന ഈ ഒരു വെട്ടാണ് മരണത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ദൃക്സാക്ഷി മൊഴി ഉണ്ടായിരുന്നു. സ്കൂട്ടറിൽ ഒരാൾ അവിടെ നിന്നും കടന്നു കളയുന്നതിന്റെ ഒരു ദൃക്സാക്ഷി മൊഴി ഉണ്ടായിരുന്നു. ആ ദൃക്സാക്ഷി മൊഴിയും ഒപ്പം തന്നെ CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയിലേക്ക് എത്തിയത്. ഇന്നലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ ടൗൺ ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. സിറ്റി ക്രൈം സ്ക്വാഡ് അംഗങ്ങളായിരുന്നു ഈ ഒരു അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. വെള്ളയിൽ പോലീസിന്റെയും ഒപ്പം തന്നെ സിറ്റി ക്രൈം സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിട്ടുള്ളത്. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ BlueScope സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. Elance 0% പണിക്കൂലി, 100% സന്തോഷം. Al Muqtadir Jewelry Group, India, UAE. MGM Group of Institutions.
കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് വൈകിയതിനെതിരെ കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. ഓപ്പൺ വോട്ട് അട്ടിമറി, വോട്ടർ പട്ടിക ക്രമക്കേട് എന്നിവ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെടും. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വോട്ടെടുപ്പ് നടപടിക്രമങ്ങളിലെ കാലതാമസം UDF ആരോപണമായി ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. മണിപ്പൂരിൽ 6 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ്. ഔട്ടർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ 6 ബൂത്തുകളിലാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുക. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനിടെ നടന്ന സംഘർഷങ്ങളെ തുടർന്നാണ് റീപോളിംഗ് നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഇന്നർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും സംഘർഷങ്ങളെ തുടർന്ന് റീപോളിംഗ് നടത്തിയിരുന്നു. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് വോട്ടെടുപ്പ്. കർണാടകയിൽ ലൈംഗിക അതിക്രമ കേസിൽ ഉൾപ്പെട്ട ഹാസൻ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ JDS-ൽ നടപടിക്ക് സാധ്യത. തീരുമാനമെടുക്കാൻ JDS കോർ കമ്മിറ്റി യോഗം ഇന്ന് ഹുബ്ബള്ളിയിൽ ചേരും. പ്രജ്വലിനെതിരെയുള്ള കേസ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നാണ് NDA നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇതേ തുടർന്ന് നടപടിക്കായി BJP സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അതേസമയം കേസ് തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചാ വിഷയമാക്കുകയാണ് കോൺഗ്രസ്. പ്രജ്വലിനെതിരായ പരാതിയെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ BJP നേതൃത്വത്തിന് അറിവുണ്ടായിരുന്നു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. മദ്യനയ അഴിമതി കേസിലെ ED അറസ്റ്റ് ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ ഇന്നും വാദം തുടരും. തെരഞ്ഞെടുപ്പ് കാലത്ത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആക്ഷേപം. ജാമ്യഹർജി നൽകാത്തത് അറസ്റ്റ് നിയമവിരുദ്ധമായതിനാലാണെന്നും കെജ്രിവാൾ കോടതിയിൽ ഇന്നലെ വ്യക്തമാക്കി. കെജ്രിവാളിന്റെ വാദം പൂർത്തിയാകുന്ന മുറയ്ക്ക് ED സുപ്രീം കോടതിയിൽ നിലപാട് വ്യക്തമാക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ ഡൽഹി പോലീസ് ചോദ്യം ചെയ്യും. ഇന്ന് നോട്ടീസ് അയക്കും. നാളെ ഹാജരാകാനാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തെ രാഷ്ട്രീയമായി നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവാനന്തര ചികിത്സയ്ക്കിടെ യുവതി മരിച്ചതിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ നിയമിച്ച സംഘത്തിന്റെ അന്വേഷണം തുടരുന്നു. മെഡിക്കൽ കോളേജിലെ 4 ഡോക്ടേഴ്സാണ് സംഘത്തിലുള്ളത്. മെഡിക്കൽ വിദ്യാഭ്യാസ പ്രിൻസിപ്പലിനാണ് മേൽനോട്ട ചുമതല. 4-അംഗ സംഘം 4 ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. സംഭവ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തും. സമാന്തരമായി ജില്ലാ മെഡിക്കൽ ഓഫീസറും അന്വേഷണം നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ 7 പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിചാരണ കോടതി ജാമ്യഹർജി തള്ളിയ പശ്ചാത്തലത്തിലാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഏത് ഉപാധികളും അനുസരിക്കാമെന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് പ്രതികളുടെ ആവശ്യം. ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥനെ സർവകലാശാല ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. SFI പ്രവർത്തകരായ പ്രതികളുടെ മർദ്ദനത്തെ തുടർന്നാണ് സിദ്ധാർത്ഥൻ മരിച്ചതെന്നാണ് കേസ്. വേനൽ കടുത്തതോടെ വറ്റി വരണ്ട് മീനച്ചിലാർ. കിഴക്കൻ മേഖലയിലാണ് വരൾച്ച രൂക്ഷമായത്. മീനച്ചിലാറിൽ ജലനിരപ്പ് താഴ്ന്നതോടെ സമീപ പ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകളിലും വെള്ളമില്ലാതായി. ഒരു പുഴയാണെന്ന് പോലും പറയാൻ സാധിക്കില്ല. അത്രമാത്രം വറ്റി വരണ്ടിരിക്കുന്നു മീനച്ചിലാർ. നീരൊഴുക്ക് പൂർണ്ണമായും നിലച്ച അവസ്ഥ. അടിത്തട്ടിൽ പോലും വെള്ളമില്ലാതായതോടെ മരണത്തോട് മല്ലിടുകയാണ് മീനച്ചിലാർ. കിഴക്കൻ മേഖലയിലാണ് വരൾച്ച രൂക്ഷമായിരിക്കുന്നത്. ജലനിരപ്പ് താഴ്ന്നതോടെ സമീപത്തെ ജലസ്രോതസ്സുകളിലും വെള്ളമില്ലാതായി. പുഴയുടെ നടുഭാഗത്ത് കുഴി കുഴിച്ച് അതിൽ നിന്നും വെള്ളമെടുക്കേണ്ട അവസ്ഥയാണ് ഇവിടെയുള്ളവർക്ക്. ചൂട് കണ്ടമാനം കൂടിയിട്ടുണ്ടല്ലോ, അതനുസരിച്ചിട്ട് ഇത് മുഴുവൻ വറ്റിപ്പോകുന്നുണ്ട്. ഇനി കൃത്യമായിട്ട് തടയണകളൊക്കെ ഒന്ന് സ്ഥാപിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറേയും കൂടെ വെള്ളം അവിടെ നിലനിൽക്കുകയും ഒഴുകി പോകാതെയും വറ്റിപ്പോകാതെ ഇരുന്നേനെ. അങ്ങനെ ഇതിന് സമീപത്തുള്ള പ്രദേശങ്ങളിലെങ്കിലും വെള്ളം കിട്ടിയേനെ. മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന മീനച്ചിലാർ വേനലായാൽ വറ്റി വരളും. ഇത്തവണ അതിന്റെ കാഠിന്യം കൂടുതലാണ്. ജലമില്ലാതായതോടെ മീനച്ചിലാറിന്റെ ആവാസ വ്യവസ്ഥയും താളം തെറ്റിയിട്ടുണ്ട്. ഇടയ്ക്കിടെ വേനൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ജലനിരപ്പ് ഉയരാൻ കാരണമാകുന്നില്ല. ഈ അവസ്ഥ തുടർന്നാൽ താഴ്ന്ന പ്രദേശങ്ങളിലും കുടിവെള്ള പ്രശ്നം രൂക്ഷമാകും. കോട്ടയത്ത് നിന്ന് അനന്തുവിനൊപ്പം ടോബി ജോൺസൺ, 24. കനത്ത ചൂടിൽ മനുഷ്യരെ പോലെ പക്ഷികളും വലയുകയാണ്. മുംബൈയിൽ സൂര്യാഘാതമേറ്റ് വീഴുന്ന പക്ഷികളുടെ എണ്ണം വളരെയധികം കൂടി. നിർജ്ജലീകരണവും സൂര്യാഘാതവുമാണ് പക്ഷികളുടെ ജീവനെടുക്കുന്നത്.
40 ഡിഗ്രിക്ക് മുകളിലാണ് പകൽ മുംബൈയിൽ അനുഭവപ്പെടുന്ന ചൂട്. തണുത്ത വെള്ളം കുടിച്ചും വെയിലേൽക്കാതെയും മനുഷ്യൻ ചൂടിൽ നിന്ന് ഒളിക്കാനുള്ള വഴി തേടും. പക്ഷേ പക്ഷികൾക്ക് അത്രയും വിദ്യകൾ അറിയുമോ? अभी हमारे यहाँ पे ईगल्स 25 के आसपास है और हमारे यहाँ पे पिजन जो है वो 20-25 के आसपास है यहाँ पे. डेली अभी समर का क्लाइमेट चल रहा है तो डेली हमारे यहाँ पे बहुत सारे बर्ड्स आते हैं यहाँ पे. വീണു പോകുന്ന പക്ഷികളെ നല്ല മനസ്സുകളിൽ ചിലർ ആശുപത്രികളിൽ എത്തിക്കും. മുംബൈയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ ഭായ് സക്കർഭായ് പെറ്റിറ്റ് ആശുപത്രിയിൽ രോഗികളെ പ്രതീക്ഷിച്ച് പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. इनको डिहाइड्रेशन का प्रॉब्लम होता है या फिर कोई उड़ नहीं पाता है. हम लोग अगर जख्म रहेगा तो उसके ऊपर हम लोग ड्रेसिंग करते हैं और अगर समझो उसको डिहाइड्रेशन वगैरह हुआ है तो फिर डिहाइड्रेशन के लिए हम लोग उनको सलाइन देते हैं. लाइक अभी आपने देखा थोड़ी देर पहले कि हम लोग ड्रेसिंग कर रहे थे तो ड्रेसिंग वगैरह हम लोग करते हैं प्रॉपरली. വിറ്റാമിനും മറ്റും നൽകി ശരീരം പുഷ്ടിപ്പെടുത്തിയ ശേഷമാണ് പക്ഷികളെ അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് തുറന്നുവിടുക. ബോറിവലി ഉദ്യാനമാണ് പ്രധാന ഇടങ്ങളിലൊന്ന്. വരും ദിനങ്ങളിൽ പകൽ 45 ഡിഗ്രി വരെ തന്നെയാകും ചൂട്. ഈ ചൂടുകാലത്ത് നമ്മളെപ്പോലെ വലയുന്ന ഈ പക്ഷികൾക്ക് വേണ്ടിയും ഒരല്പം കരുതൽ ആകാം. മുംബൈയിലെ BSPCA ആശുപത്രിയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഇതോടെ പ്രഭാത വാർത്ത പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.